ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നിൽക്കുന്നുണ്ടല്ലോ ഒരു ബോട്ട് യാർഡിലാണ്. അതായത് ബോട്ടൊക്കെ ശരിയാക്കുന്നൊരു സ്ഥലം. നമ്മൾ പലരും കണ്ടിട്ടുണ്ടാവും ബോട്ടൊക്കെ ശരിയാക്കുന്നതൊക്കെ. പക്ഷേ ഞാനിപ്പോൾ ഇതിനകത്ത് കാണിക്കാൻ പോകുന്നുണ്ടല്ലോ നമ്മളുടെ ഈ ബോട്ടൊക്കെ എങ്ങനെയാണ് ശരിയാക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് കയറി നോക്കാം ഇതിനകത്തേക്ക്, ഇതെങ്ങനെയൊക്കെയാണ് സംഭവങ്ങളെന്നുള്ളത്. ഈ പൈപ്പുകൾ, അതേപോലെ തന്നെ ഈ ആംഗ്ലേറ്റുകൾ, ഈ ഷീറ്റ് ഉണ്ട്, ഇത്ര ഷീറ്റ്, ഈ കനമുള്ള ഈ ഷീറ്റുകളൊക്കെ ഉപയോഗിച്ചാണ് ഇവർ ഈ വള്ളം പണിയുന്നത് കേട്ടോ. എനിക്ക് നല്ല ബുദ്ധിമുട്ടുള്ളൊരു പണി തന്നെയാണ് ഈ വള്ളം പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതുണ്ട്, ഈ ഷീറ്റൊക്കെ പൊക്കി കയറ്റി ആയിട്ട് തന്നെ അടിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ നല്ലൊരു ബുദ്ധിമുട്ടുള്ളൊരു പരിപാടി തന്നെയാണ്. വേണ്ട, നമുക്ക് ഇത്രയും നമ്മളെ ബോട്ടിൽ കയറി മാത്രമേ നമുക്ക് പരിചയമുള്ളൂ ഈ ബോട്ട് എങ്ങനെ ഉണ്ടാവുന്നു, ഏത് രീതിയിലൊക്കെ വരണം എന്നുള്ളത് ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് കേട്ടോ. അത് ഇവിടെ 1-2 ബോട്ടുകളൊക്കെ റെഡിയാക്കുന്നുണ്ട്, പണി നടന്നുകൊണ്ടിരിക്കേണ്ട ചേട്ടനൊക്കെ ഇവിടെ പണിയുണ്ട്. അതായത് ഇവിടെ ഈ വശത്തൊരു ബോട്ട് വേണ്ട ശരിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്കൊന്ന് കയറാട്ടോ. ഇത്രയും പണിയൊക്കെ നടന്ന് കഴിഞ്ഞേക്കാണ് ഇവിടെ. അപ്പോൾ ഇതിൻ്റെ അകത്തേക്കൊന്ന് കയറി ഇതിൻ്റെ പണികളൊക്കെ ഒന്ന് നോക്കാം. കയറാമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏന്തി വലിഞ്ഞ് ഇതിനെ കൂടി കയറണത് കണ്ട, ഈ ഒരു കോണിമേ കൂടി നമുക്ക് കയറണോണ്ട. കാണുമ്പോൾ നമ്മൾ ബോട്ട് ഈ വെള്ളത്തിൽ കിടക്കണ കാണുമ്പോൾ നമുക്ക് ഇതൊന്നും തോന്നില്ല, ഇത്രയും വലിപ്പമുണ്ട് ഈ സാധനം കണ്ട. നോക്കാം നമുക്ക്. ഇതാണ് നമ്മുടെ സംഭവം വേണ്ട. ഇത്രയും പണി കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ. ഓക്കെ, കുറേ അസ്ഥിക്കൂടം കൂട്ടൊക്കെ കാണുന്നുണ്ട്. ഇതെന്താണെന്ന് സംഭവം എന്നൊക്കെ ഉള്ളത് പണി കഴിഞ്ഞതിലൊക്കെ നോക്കുമ്പോഴേ അറിയുള്ളൂ. ഇത്രയും ഭാഗം നമ്മൾ ഇതിനകത്ത് കയറിയാണ് നോക്കേണ്ട. ഏകദേശം ദൂരമുള്ള ബോട്ടാണ് പണിയാണ്. ഒരു 65 അടി ബോട്ടല്ലേ ഇത്? വള്ളമാണ്. ഇത് വള്ളമാണല്ലേ? അതിൻ്റെ വിചാരം ബോട്ടാണെന്നുള്ളതാണ്. ബോട്ടത് പുറത്തേക്ക് നോക്കുമ്പോൾ ബോട്ടിൻ്റെ വലിപ്പം പോലെ പെട്ടെന്ന് അറിയാൻ പാടാത്ത ആൾക്കാർ പെട്ടെന്ന് വരുമ്പോൾ ബോട്ടാണ് ചെയ്യുന്നത്. അതെ, വള്ളമാണ്. ഇത് 10-40-50 ആൾക്കാർ പണിക്ക് പോണ ഇതാണ്. ബോട്ടിലാകുമ്പോൾ 8 ആൾ 10 ആളൊക്കെ ഉണ്ടാവുള്ളൂ. ഈ കാണുന്ന കള്ളിയാണ് നമ്മുടെ ചുക്കായ കള്ളി. എഞ്ചിനിൽ നിന്ന് നേരെ ഷാഫ്റ്റ് വന്നിട്ട് ഇവിടെ വന്നിട്ടാണ് ചുക്കായം ഈ ഹൈഡ്രോളിക്കിൽ പിടിപ്പിക്കുന്നത്. ഇത് വീലോസിൽ വന്നു കഴിഞ്ഞിട്ട് അവിടെ നിന്ന് സ്റ്റിയറിംഗ് തിരിക്കുമ്പോഴാണ് ഇവിടെ ചുക്കായ പലക അങ്ങനെയാണ് തിരിയണത്. ബോട്ട് ഏത് ദിശയിലൊക്കെ പോകാൻ ഇതാകണം. ഇത് അവനതാണ് ട്യൂബ്, പങ്ക പിടിപ്പിക്കുന്ന ആ ട്യൂബിനുള്ളിൽ കൂടെയാണ് പുറത്ത് ഷാഫ്റ്റ് പോയിട്ട് പങ്ക അറ്റത്താണ് പിടിപ്പിക്കുന്നത്. ഈ സ്ക്വയറിൽ ഇങ്ങനെ വെട്ടിയിട്ടെങ്ങനെയുണ്ട, അത് എഞ്ചിൻ ഇറക്കാൻ വേണ്ടിയാണ്. എഞ്ചിൻ ഇറക്കിയിട്ട് എഞ്ചിന് ഏറ്റവും അടിയിൽ ഫൗണ്ടേഷൻ സെൻറ്റർ രണ്ട് വരും. അതിന് വേണ്ടിയാണ് ആ ഗ്യാപ്പ് വെട്ടിയിട്ടേക്കുന്നത്. ഇതിന് എഞ്ചിനൊക്കെ വെച്ച് കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ മുകളിലാണ് വീലോസ് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ പണി ഇത്രയുമായിട്ടുണ്ടല്ലേ? ഇതിൻ്റെ പണി ഇപ്പോൾ ഇത്രയായിട്ടുണ്ട്. ഈ ഭാഗമാണ് വലയൊക്കെ ഇടുന്ന കള്ളിയാണ് ഇത്, ഈ ഡെക്കിൻ്റെ മുകളിൽ. ഈ ആംഗ്ലർ നിൽക്കുന്നതാണ്, ആംഗ്ലർ ഉളച്ച് വെച്ചേക്കുന്നതാണ് ഡെക്ക്. ഇതിൻ്റെ മുകളിൽ നിന്ന് ഇവിടെ വരുന്നു ഡെക്ക്. ഇതിൻ്റെ മേലെയാണ് നമ്മൾ നിൽക്കണ ബോട്ട്. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പരന്നേക്കണ പലകയും മറ്റേതും മറിച്ചൊക്കെ വരണേ. ഇതിൻ്റെ ഇതിൻ്റെ കണ്ടിലാണ് സ്റ്റോർ തന്നെ. സ്റ്റോർ ഇതിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങാനായിട്ടുള്ള പാട്. നിങ്ങിതെങ്ങനെ കയറുന്നു? അത് സ്ഥിരം പണിയ ആൾക്കാരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ ബോട്ടിൻ്റെ അല്ല, ഈ വള്ളമാണ്, ബോട്ടല്ല. അപ്പോൾ ആ ബോട്ടിൻ്റെ ഇവിടെയാണ് പങ്ക വന്നത് അല്ലേ? ഇങ്ങനെ പങ്ക വന്നത്. ഇവിടെ ഇങ്ങനെ പങ്ക വരും, ഇവിടെ ഷാഫ്റ്റ് ചുക്കായം വരും. അതാണ് ഉദാഹരണം. അതാണ് കാണിച്ചത്. അത് ആ സാധനം കണ്ട, അത് പഴയ ബോട്ടാണ്. ആ പങ്ക വരണത് ഇവിടെ ഫുള്ള് പിച്ചളയുണ്ട് പങ്ക. ഇതൊരു പഴയ ബോട്ടാണ് ഇവിടെ ഇരിക്കണം. അപ്പോൾ ഇതാണ് സിസ്റ്റമാണ്. അതിൽ ഇതാണ് അതാണ് തിരിക്കണം അല്ലേ? നമ്മൾ മുകളിൽ സ്റ്റിയറിങ് തിരിയുമ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോഴാണ് ബോട്ട് ഗതി മാറ്റി വിടണം നമുക്ക്. അപ്പോൾ ഈ ബോട്ടുണ്ടല്ലോ, ഈ സെയിം ബോട്ട് അതിൻ്റെ പണി അത്രയും ആയതൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഈ ബോട്ടിൽ അതിൻ്റെ തന്നെ കുറച്ചും കൂടി പണി ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്കൊന്ന് കയറാട്ടോ. ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് എന്നുള്ളത് ഇപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ.
ഇവരാണ് മരപ്പണി നടത്തുന്നത്. ഇരുമ്പ് പണിക്കാർ വേറെ. അങ്ങനെയാണ് സംഭവങ്ങൾ. ഓരോന്നിനും ഓരോ പണിക്കാരുണ്ട് അല്ലേ? അങ്ങനെയല്ലേ? ഓരോന്നിനും ഓരോരോ പണിക്കാറല്ലേ? ഇരുമ്പ് പണിക്കാർ വേറെ, മരപ്പണിക്കാർ വേറെ. ചേട്ടൻ്റെ വീട് എവിടെയാണ്? കുഞ്ഞിത്തൈ. ചേർന്നാണ്. എത്ര ആളായപ്പാ ബോട്ടിൻ്റെ പണി? 20. നേരത്തെ കണ്ടില്ലേ ആസ്തിക്കൂടം കൂട്ടത്തൊരു ബോട്ട് കണ്ടില്ലേ? ആ ബോട്ടിൻ്റെ നോക്കിയാൽ ഇപ്പം ഇത്രയായിട്ടുണ്ട് ഈ പണി. അത്രയും നേരത്തെ കണ്ട അതിൻ്റെ ഇത്ര ഏകദേശം ഇത്രയും പണിയുണ്ട്. ആ വീൽ ഹൗസും ഇതൊക്കെ പണിതുകൊണ്ടിരിക്കുകയാണ് ഇപ്പം. അപ്പം വേണ്ട അപ്പം അത് ഇത്രത്തോളമായിട്ടുണ്ട്. ഇവിടെ ഇതിൻ്റെ ബോർഡ് അടിച്ച് ഇതെന്തെന്നാ പറഞ്ഞത്? ഇത് ആര്യക്കാരൻ, അതായത് മീൻ നോക്കി പറയാണ്ട് ഹൈറ്റിൽ ഒരു കസേര ഉണ്ടാവും മുകളിലെ പോസ്റ്റ് മീൻ. അതിൻ്റെ മുകളിൽ ആൾ കയറിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് സേഫ്റ്റി ആയിട്ട് ഹാൻഡ് റെയിലൊക്കെ ഉണ്ടാവും. അതിന് കയറി കഴിഞ്ഞിട്ട് ഈ മീനിൻ്റെ പറയുന്ന കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അയാൾ പറയുന്നത് ഈ വല അടിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് പണിക്കാരൊക്കെ തയ്യാറായിട്ട് പിന്നെ നിർദ്ദേശപ്രകാരമാണ് കാര്യങ്ങളൊക്കെ. പിന്നെ എഞ്ചിനും മറ്റു വള്ളത്തിൽ മുഴുവനും ഫ്രാങ്കിനാണ്. ഫ്രാങ്കിന് സ്ഥലത്ത് ആഗ്രഹം അപ്പോൾ നമ്മൾ സ്റ്റോറിലേക്ക് ഇറങ്ങുന്നത് ഇതിൻ്റെ അടിയിലാണ്. എന്താണ് ഇതിൻ്റെ അടിയിൽ? ഇത് സ്റ്റോർ മീൻ സ്റ്റോർ ചെയ്യുന്ന സ്ഥലം. ഐസൊക്കെ ഇട്ട് സ്റ്റോർ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇറങ്ങാവും. ഇതാണ് ഇതിൻ്റെ പരിപാടി. ഇവിടെ ഇനി ഇത് വരും. ഈ കള്ളിയിലാണ് ഐസ് അടിക്കുന്നത്. പൊടിച്ച ഐസിനകത്തേ ഉള്ളൂ. ഈ കള്ളിയിൽ കൂടിയാണ് ഐസ്, പൊടിച്ച ഐസ് ഇതിലേക്ക് വരും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ വരുമ്പോഴാണ് മീൻ നമുക്ക് കിട്ടുന്ന മീനൊക്കെ ഇതിൻ്റെ അകത്താണ്. ഈ ബോക്സ് ഓരോരോ ബോക്സ് അടിച്ചിട്ടുണ്ട് ഇവിടെ. ഈ ബോക്സുകളൊക്കെ അതിനുള്ളതാണ്. ഇവിടെ മീനിറക്കും, അതിൽ ഐസ് അടിക്കും. അത് 2 കള്ളിയാണ്. ഇതാണ് ക്യാബിൻ്റെ പണിയാണ് ഇപ്പം അതിൻ്റെ അകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനകത്താണ് സ്ട്രാങ്ക് ഒക്കെ ഇരിക്കണത്. സ്റ്റിയറിങ് കപ്പിത്താൻ ഇവിടെ പണി നടക്കുന്നുണ്ട് മരപ്പണിക്കാരുടെ ചേട്ടന്മാരെ. അപ്പം ചേട്ടനൊക്കെ എത്ര ആളായി പണിക്ക്? ബോട്ടിൻ്റെ പണി 35 വർഷത്തോളമായി. ചേട്ടനാ? 25 വർഷത്തോളമായി. വീട് എവിടെയാണ്? വീട് പള്ളിപ്പുറത്താണ്. പേര്? എൻ്റെ പേര് സുനിൽകുമാർ. ചേട്ടനാ? പള്ളിപ്പുറം. പ്രദീപ്. അത് നമ്മൾ ബോട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുഡൊക്കെ അടിക്കണ്ടേ? ആ ഫുഡ് അടിക്കണമെന്നുണ്ടെങ്കിൽ പറയുന്നത് പാചകം ചെയ്യണം. ടോയ്ലറ്റ് റെഡിയാക്കുന്നതാണ്. ഇതിലാണ് ഇപ്പോൾ സേഫ്റ്റിക്ക് വേണ്ടി ടോയ്ലറ്റ്, അല്ലെങ്കിൽ മറ്റേ സൈഡിൽ പുതിയ നിയമം ടോയ്ലറ്റ് വേണമെന്നുള്ള ഒരു നിർബന്ധമാണ് ഇപ്പം അല്ലേ? ബോട്ടിൽ ടോയ്ലറ്റ് വേണം. അപ്പോൾ അതുകൊണ്ട് ടോയ്ലറ്റാണെങ്കിൽ അതൊക്കെയാണ് ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ബോട്ടിൽ. നമുക്ക് എഞ്ചിൻ റൂമിലേക്ക് ഇറങ്ങുകയാണ് ഞാൻ. ഗുഹയാണല്ലോ കാണുന്നത്. ഇതാണ് ടോയ്ലറ്റിന്റെ ഈ വേസ്റ്റ് ഇതാണ് ചുക്കായത്തിന്റെ ഷാഫ്റ്റ്. ഈ ചുക്കായത്തിന്റെ ഷാഫ്റ്റില്ലേ, ബോട്ടിന്റെ ഗതിയൊക്കെ മാറ്റണം. ചുക്കായ നമ്മൾ നേരത്തെ കണ്ടില്ലേ അതിന്റെ എഞ്ചിന് ഇറക്കി വെച്ചിട്ടുണ്ട്. എഞ്ചിനിൽ ഇറക്കിയിട്ടുണ്ടല്ലോ അല്ലേ? അത് ഷീറ്റൊക്കെ ഇട്ട് മൂടി വെച്ചൊക്കെയാണ്. ഇനിയിപ്പോ അത് ഇത് കഴിയുമ്പോഴേ ഓപ്പൺ ആവുള്ളൂ അല്ലേ? നമ്മ എഞ്ചിനുകളിലേക്ക്. അതെ.
ഇതാണ് എഞ്ചിൻ അല്ലേ? ശ്രദ്ധിച്ച് അതിനെ തെറ്റിയേക്കും. അവിടെ അതെന്താണ് അപ്പൊ ജനറൽ? അതിന്റെ കുത്തിയപ്പോൾ ഹൈഡ്രോളിക് എഞ്ചിനാണ്. അത് നമ്മുടെ ഈ ഇഞ്ചിൻ നമ്മുടെ കമ്പനി പണിയുന്ന ആ കമ്പനി തന്നെ പണിതാണ്. ഇതാണ് സീക്കാർക്ക് നമ്മുടെ ഈ വെള്ളം എഞ്ചിൻ അടിക്കാൻ വേണ്ടി ഈ വഴിയാണ് വെള്ളം. ആ ഹോളുകള് മറ്റേ പാക്കിങ്ങിൻ്റെ അടച്ചോളി വെള്ളം കയറി അയക്കാൻ വേണ്ടി ഇവിടെ ഒരു സ്റ്റീലിൻ്റെ നെറ്റ് കുറച്ച് കുറേ ഹോളുള്ള വെക്കും. അതവിടെ കാണിച്ചു തരാം. ഉള്ളിലേക്ക് വെള്ളം കയറും, അതിനുള്ളിൽ വെള്ളം കയറാം. അല്ല പിന്നെ കുറെ കച്ചറയൊക്കെ എഞ്ചിനുള്ളിൽ കയറും. കച്ചറ കയറി അടയാണ്ടിരിക്കും. അടയാതിരിക്കാൻ വേണ്ടി വെള്ളം മാത്രം നമുക്ക് മതിയല്ല, എഞ്ചിൻ തണുപ്പിക്കാനായിട്ട് ഈ വെള്ളം മാത്രം പറ്റും. അപ്പോൾ ഉള്ളിലേക്ക് വെള്ളം കയറില്ല. ഈ കുഴലിൽ കൂടി ഈ സൈഡിലൊരു കുഴ ഉണ്ടാവും, അവിടെ വാൽവുണ്ടാവും. എഞ്ചിനിലേക്ക് പോകണം, രണ്ടിനും ഉണ്ടാവും. വെള്ളം കിടന്ന് പുറത്തേക്ക് പുറത്തേക്ക് മൂടി കൂടി പോകുള്ളൂ. എഞ്ചിൻ തണുപ്പിക്കാനുള്ളത്. ഇതിലെ ഇവിടെ നിന്ന് എഞ്ചിത്തിമേന്ന് നേരെ ഷാഫ്റ്റ് എഞ്ചിനാണ്. എഞ്ചിൻ മൂടിയിട്ടേക്കാണ്ടോ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പം ഇത് കുത്തിയപ്പോൾ എഞ്ചിനാണ്, ഫുൾ ഹൈഡ്രോളിക്കാണ്. രണ്ട് എഞ്ചിൻ എന്താണ്? രണ്ട് എഞ്ചിൻ എന്ന് വെച്ചാൽ ഇപ്പോൾ പല കയറ്റാൻ വേണ്ടി എഞ്ചിൻ ഇത് തരും. അപ്പോൾ ഈ എഞ്ചിൻ വർക്ക് ചെയ്യുന്നേക്കാൾ ഡീസൽ ഇത് കുറവ് മതി. ഇത് 10-30 ആളുടെ പണി ഈ എഞ്ചിൻ ഒരാൾ മതി. അതിനൊരു 30 ആൾ 40 ഇതിൻ്റെ പണിയാണിത്. ഇത് ഡീസലിൻ്റെ രണ്ടെണ്ണം ഉണ്ടാവും, ഒരപ്പുറം ഉണ്ടാവും. വെള്ളം കയറി കുടിക്കാനുള്ള വെള്ളത്തിൻ്റെ ടാങ്കാണ്. ഈ മധുരവിലേക്ക് ബൾക്കറ്റ്, ഈ ബൾക്കറ്റിന് അപ്പുറം ഫ്രണ്ടിലാണ് സ്റ്റോർ, നമ്മൾ നേരത്തെ സ്റ്റോറില്ലേ ആ സ്റ്റോർ. മീനിന്റെ വെള്ളം മുഴുവൻ ഈ ചെറിയ പൈപ്പിൽ കൂടി ഈ കള്ളിയിലാണ്. ഈ കള്ളിയിലാണ് എഞ്ചിൻ വലിച്ചു പട്ടകളാണ്. ട്യൂബിന് ഇതിന് വൈബ്രേഷൻ വരുമ്പോൾ ഇത് ആയിരിക്കാൻ വേണ്ടി ഇങ്ങനെ പട്ടകൾ പൊതിയണത്. ഇതാണ് ഇതിൻ്റെ ഈ വന്ന ചുക്കായം പിടിപ്പിക്കാനുള്ള മറ്റേ ഹോളല്ലേ ഇവിടെ വരും. അതിനടിയിലാണ് പുഷ് ചെയ്തത്, സ്റ്റീലിൻ്റെ പുഷ്. ഇത് മേലാണ് തിരിയാണ്, ഇത് മേലാണ് ചുക്കാൻ തിരിയാണ്. ഇവിടെ പങ്ക വരും, ഇതിൽ പങ്ക. അങ്ങനെയാണ് സംഭവം. അപ്പോൾ നമ്മളുടെ ഈ വള്ളത്തെക്കുറിച്ച്, അതായത് ഇത്രയും ഭാഗം, ഈ വീഡിയോ ഇത്രയും ഭാഗം ഇവിടെ അവസാനിപ്പിക്കേണ്ട. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം കേട്ടോ വള്ളങ്ങളെക്കുറിച്ചുള്ള വീഡിയോയും. അതേപോലെ തന്നെ ഇതേപോലുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. യൂട്യൂബിലാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ.